പൊടി നമ്മളെപ്പോഴും ഉണ്ടാക്കാറുണ്ട് അല്ലെ? പല രീതിയിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ളതാണ്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് പെരിഞ്ജീരകം 100 ഗ്രാമാണ് എടുത്തേക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഏലക്കയും ഒരു 10-15 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് പട്ടയാണ്. പട്ട 2-3 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൻമുളക് ഒരു പിടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നല്ല എരിവുള്ള മുളകാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്യാവുന്നതാണ്, എരിവ് വേണ്ടെങ്കിൽ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ നമ്മളുടെ മല്ലി കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പിലയും പിന്നെ 2-3 വെളുത്തുള്ളി. അത് ചെറുതാണെങ്കിൽ അരിഞ്ഞൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, വലുതാണെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. ചെറുതാക്കി എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ഡ്രൈ ആയി വരാൻ അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. ഈ ഒരു വെളുത്തുള്ളി ഇങ്ങനെ ചേർക്കുമ്പോൾ വളരെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് പെരിഞ്ജീരക പൊടിക്ക് കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം എക്സ്ട്രാ നമുക്ക് വെളുത്തുള്ളി ഒന്നും ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കറിയിൽ ചേർക്കേണ്ട ആ ഒരു ക്വാണ്ടിറ്റീൻ്റെ അത്രയും വരില്ലല്ലോ. ഇപ്പം നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു മസാല ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. മീൻ മാത്രമല്ല, പച്ചക്കറിയിലിടാം, ഇറച്ചിക്കറിയിലിടാം, ഇറച്ചി ഫ്രൈ ചെയ്യുമ്പോൾ ഇടാം. ഏതൊരു കാര്യത്തിനും ഇപ്പം നമ്മൾ വെണ്ടക്ക മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കിയില്ലേ, ആ സമയത്ത് ഒരു നുള്ള് മാത്രം കേട്ടോ ഈ ഒരു പൊടി ഇട്ട് നോക്ക്, വേറെ ലെവലാകും ആ ഒരു വെണ്ടക്ക മെഴുക്ക് പുരട്ടി. ആദ്യം ഒന്ന് കറിവേപ്പില ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ വെളുത്തുള്ളി മാറ്റിയിട്ടില്ല, ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ചധികം സമയം എടുക്കുമെന്ന് അറിയാമല്ലോ, അതൊന്ന് ഡ്രൈ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാ മസാലകളും കൂടെ ഇട്ട് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. നമുക്കിപ്പോൾ എയർ ഫ്രയറിലൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ എല്ലാവരുടെ കയ്യിലും എയർ ഫ്രയർ ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ആ ഒരു വെളുത്തുള്ളി വളരെ വലുതായതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ വെള്ളത്തിൻ്റെ അംശം കളയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇതാക്കി നമ്മൾ കടയിൽ നിന്നും മസാലപ്പൊടികളൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കും. ഒരു നുള്ള് മാത്രം ഇട്ടാൽ മതി, കുറേ ഒന്നും നമ്മളിത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷേ അപാര ടേസ്റ്റാണ്. ഏതൊരു കറിക്കും ഇതൊരു നുള്ളിട്ടാൽ ആ ഒരു കറി വേറൊരു ലെവൽ ടേസ്റ്റിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സഹായിക്കും. എന്താണെന്ന് വെച്ചാൽ പച്ചക്കറി കറികളാകട്ടെ അല്ലെങ്കിൽ ബിരിയാണിയിലാണെങ്കിലും എന്തിലാണെങ്കിലും ഒരു നുള്ള് ഇട്ടാൽ മതി കേട്ടോ. ഗരം മസാലയല്ല, ശരിക്കും പറഞ്ഞാൽ ഗരം മസാലേൻ്റെ വേറൊരു ടേസ്റ്റ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പല രീതിയിൽ പെരിഞ്ജീരകം പൊടിച്ച് വെക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു ഇത് ചെയ്തപ്പം വളരെ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കറിയിൽ വരെ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. പച്ചക്കറിയിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ള് കുറേ ഒന്നും ഇടരുത്, ഒരു 1/4 ടീസ്പൂൺ, ഒരു പിഞ്ച് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിൽ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ മീൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കിട്ടാൽ വളരെ ടേസ്റ്റാണ്. നല്ലതുപോലെ തന്നെ അതൊന്ന് ആയി വന്നിട്ടുണ്ട്. നല്ല പോലെ തന്നെ ചൂടാറിയതിന് ശേഷം കുറേ സമയമൊന്നും വേണ്ട, നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു ടൈം നമ്മൾ ഈ ഒരു മല്ലി ആകട്ടെ മുളകാട്ടെ എന്തൊരു സാധനവും കഴുകി ഉണക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതിൻ്റെ ആ ഒരു ടേസ്റ്റും പൂർണ്ണമായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാം കഴുകി വെച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ അതൊന്നും കാണിക്കാണ്ടിരുന്നത്. ഇത് പിന്നെ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, നമ്മൾ എടുക്കുന്ന മിക്സി ആകട്ടെ സ്പൂൺ ആകട്ടെ ഒന്നും വെള്ളത്തിൻ്റെ അംശം പാടില്ല. പിന്നെ ഒരു സൂത്രം കൂടി ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഈ ഒരു മസാലയിൽ മാത്രമല്ല, കുരുമുളകാകട്ടെ ഇല്ലെങ്കിൽ നമ്മൾ ഏലക്കപ്പൊടി ഉണ്ടാക്കി വെക്കുമ്പോഴും ഏതൊരു പൊടി ഉണ്ടാക്കി വെക്കുമ്പോഴും നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എന്താണ് പറയുക, മാസങ്ങളിരുന്നാലും അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമോ അതുപോലെ തന്നെ പൂപ്പൽ വരികയോ തണുത്ത് പോകുകയോ ഒന്നുമില്ല കേട്ടോ. കുറച്ച് കല്ലുപ്പ്, ഒരു നുള്ള് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കല്ലുപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കുരുമുളക് പൊടി നമ്മൾ പൊടിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ആ കുപ്പിയുടെ താഴ്ഭാഗത്ത് കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്
തണുത്ത് പോകാണ്ടിരിക്കും കേട്ടോ. അപ്പം ഇതിപ്പോൾ കുറച്ചധികം മസാല ഉള്ളത് കൊണ്ട് തന്നെ, പൊടി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഏതൊരു പൊടിയിലും ഇപ്പം നമ്മൾ എടുത്തു വെക്കുന്ന ഇപ്പം ഗോതമ്പ് പൊടിയിലാണെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് പ്രാണി വരാനോ പുഴു വരുവാനോ അതുപോലെ തന്നെ തണുത്ത് പോകാണ്ടിരിക്കാനോ നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു മസാല ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന ആളുകൾക്കൊക്കെ ഇത് ഒന്ന് പൊടിച്ചു കൊടുത്തു നോക്കും. നല്ല സൂപ്പറാണ്. അവർക്ക് കുറേ മസാലകളൊന്നും ചേർക്കാതെ തന്നെ ഈ ഒരു മസാല ഒരു നുള്ളിട്ടാൽ മാത്രം മതി. അടിപൊളി ടേസ്റ്റായിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ചീത്താകില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട. ആ വെളുത്തുള്ളി ഇടുന്നത് അടിപൊളിയാണ് കേട്ടോ. ആ വെളുത്തുള്ളിയും കൂടി ഇടുമ്പോഴാണ് ഈ ഒരു മസാല പൂർണ്ണമാകുന്നത് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു മസാല കടകളിൽ നിന്നൊക്കെ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ അസുഖങ്ങളാണ് നിങ്ങൾ വിളിച്ചു വരുത്തുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. അത്രയും ഹാംഫുള്ളായിട്ടുള്ള കെമിക്കലാണ് ഈ ഒരു മസാലകളിലൊക്കെ ചേർക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ഒരു എന്താ പറയുക 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കിടിലനാണ്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം. ഞാൻ പറഞ്ഞല്ലോ കഴുകി ഉണക്കി വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഞാൻ ഓൾറെഡി എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കഴുകി ഉണക്കി എടുത്ത് വെക്കലാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ കൽക്കണ്ടമാണ് ഇട്ട് കൊടുക്കുന്നത്. കൽക്കണ്ടം അറിയാലോ, കൽക്കണ്ടാണെങ്കിലും എടുക്കുക, ഈ ഒരു കൽക്കണ്ടാണെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഒരു 1.25 ടീസ്പൂൺ നമ്മളുടെ കുരുമുളക് കൂടി പൊടിക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫൈൻ പൗഡറായിട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഇത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ജലദോഷം, തുമ്മൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് സൂപ്പറാണ്. നമ്മളുടെ തൊണ്ടയിൽ വന്നിട്ട് കഫം തിങ്ങി നിൽക്കുമ്പോൾ അത് പോകാതിരിക്കുക. പിന്നെ നമുക്ക് ചുമ കൂടുതൽ അല്ലെങ്കിൽ എപ്പോഴും അലർജി പ്രോബ്ലം വരുന്നവർ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണ് ഭക്ഷണത്തിനോട് ഇഷ്ടമില്ലായ്മ ഉള്ള കുട്ടികളുണ്ടാവുമല്ലോ, ഭക്ഷണം തീരെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ വളരെ നല്ലതാണ്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാനായിട്ട് സൂപ്പറാണ്. നമ്മൾ ദഹനം നല്ല രീതിയിലാകാനൊക്കെ നേരി ചൂടുവെള്ളത്തിലിട്ട് നമുക്ക് കുടിക്കാൻ വേണമെങ്കിൽ അരിച്ചു കുടിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തരിതരിപ്പ് കുഴപ്പമില്ലെങ്കിൽ ഇങ്ങനെയും കുടിക്കാം, ഇല്ലെങ്കിൽ അരിച്ചു കുടിച്ചാലും മതി കേട്ടോ. ഇത് ദിവസത്തിൽ ഒരു നേരം ഏതെങ്കിലും ഒരു സമയം ഒന്ന് കുടിച്ചു നോക്കുക. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പാലിൽ കേട്ടോ കുറേ ഒന്നും ഇടരുത്. ഒരു 1/4 ടീസ്പൂണിനും താഴെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നേരിയ ചൂട് പാൽ ഒഴിച്ചു കൊടുത്ത് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എന്താണ് പറയുക എല്ലുകൾക്ക് ബലം, അതുപോലെ തന്നെ പൊക്കമില്ലാത്ത കുട്ടികൾക്ക് പൊക്കം വെക്കാനായിട്ട്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനായിട്ട്, എപ്പോഴും അസുഖങ്ങളും ജലദോഷവും ഒക്കെ വരുന്നവർക്ക് അത് വരാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം കൊടുക്കാവുള്ളൂ, 2-3 പ്രാവശ്യം കൊടുക്കരുത്. അതുപോലെ നല്ല ചുമയൊക്കെയുള്ള സമയത്ത് തേനിൽ കുറച്ച് ചാലിച്ച് കൊടുത്താലും നല്ല സൂപ്പറാണ് കേട്ടോ. അടുത്തതായിട്ട് പെരിഞ്ചീരകം 1.5 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 3/4 ടീസ്പൂൺ നമ്മളുടെ നല്ല ജീരകമാണ് കേട്ടോ. പെരിഞ്ചീരകം, നല്ല ജീരകം, ആ 2 ജീരകമില്ലേ അതിൽ പെരിഞ്ചീരകം കൂടുതലെടുക്കണം, നല്ല ജീരകം കുറവെടുക്കണം. നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മളുടെ വയറിനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകൂലേ, ഇല്ലെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ ദഹന പ്രശ്നങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ദഹിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മൾ ഹെവി ആയിട്ടുള്ള മന്തി അതുപോലെ ഓയിലി ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു നെഞ്ചത്തിരുന്നിട്ട് ബുദ്ധിമുട്ട്, വയറ് ഇങ്ങനെ സ്തംഭിച്ച പോലെ, വയറ് നിറഞ്ഞ പോലെ തന്നെ ഇരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് വയറിന് സുഖമില്ലാത്ത സമയങ്ങളിലും കുട്ടികൾക്കാണെങ്കിൽ ഒരു നുള്ളൊക്കെ കൊടുക്കുക, കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് അയ്മോദകമാണ് കേട്ടോ. അയ്മോദകം നമ്മളുടെ മരുന്ന് കടകളിലൊക്കെ കിട്ടും. പിന്നെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടി ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്ത് വെച്ചാൽ സൂപ്പറാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും, കുട്ടികൾക്കാണെങ്കിൽ ഒരു നുള്ളു മാത്രം കൊടുക്കാവുള്ളൂ, മുതിർന്നവർക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ. നമ്മളിപ്പോൾ പുറത്തൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ ഒരു പൊടി നമ്മളെ ബാഗിൽ കരുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയില്ലേ, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയണം. ആ അവസ്ഥയിൽ ഈ ഒരു പൊടി നാക്കത്ത് വെച്ചിട്ട്
നേരിയ ചൂടുവെള്ളം കുടിച്ച് ഇറക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട്, ഇപ്പോൾ ഗ്യാസ് വരിക, ദഹന പ്രശ്നങ്ങൾ, എന്തിനും വയറിൻ്റെ ഏതൊരു കാര്യത്തിനും ഈ ഒരു പൊടി നിങ്ങൾ വീട്ടിലുണ്ടാക്കി വെച്ചാൽ മതി. നല്ല സൂപ്പർ റിസൾട്ടാണ്. അതുപോലെ ഹെൽത്തിയാണ്, നമ്മളുടെ ദഹന പ്രോപ്പറായിട്ട് നടക്കും. അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ബ്ലഡ് ശുദ്ധീകരിക്കുവാനും ഇവയ്ക്കെല്ലാം നല്ല സൂപ്പർ ഡ്രിങ്കാണ്. നമ്മൾ ഈ കോളയും 7-അപ്പും സ്പ്രൈറ്റൊക്കെ കുടിക്കുന്നതിനേക്കാളും സൂപ്പറാണ് ഇതുപോലൊരു പൊടി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ. നമ്മൾ സ്പ്രൈറ്റൊക്കെ കുടിച്ച് കഴിയുമ്പോൾ പിന്നെയും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഏറി വരും അല്ലേ, നമുക്ക് ബുദ്ധിമുട്ട് കൂടി വരും, പിന്നെയും അത് കുടിക്കാനുള്ളൊരു ടെൻഡൻസി വരും. പക്ഷേ ഇതൊന്ന് കഴിച്ചു നോക്കൂ, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.